നമസ്കാരം. ആയുർ ജ്യോതിഷിന്റെ ഒരു പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. 2025 ഡിസംബർ 5-ാം തീയതി വൈകിട്ട് 5:26 കൂടി വ്യാഴം രാശി മാറുന്നു. കർക്കിടകം രാശിയിൽ നിന്നും മിഥുനം രാശിയിലേക്ക് സഞ്ചരിക്കുന്ന വ്യാഴം പുണർദം നക്ഷത്രത്തിന്റെ 2-ാം പാദത്തിൽ നിന്നും പുണർദത്തിന്റെ തന്നെ 1-ാം പാദത്തിലേക്കാണ് സഞ്ചരിക്കുന്നത്. പിന്നീട് വ്യാഴം മിഥുനം രാശിയിൽ 2026 ജൂൺ 2-ാം തീയതി വരെ തുടരുന്നതാണ്. ശേഷം കർക്കിടക രാശിയിലേക്ക് സഞ്ചരിക്കുന്നു. ഇന്നത്തെ വീഡിയോ വ്യാഴമാറ്റത്തിന്റെ ഫലമായി മിഥുനക്കൂറുകാരായ മകീരത്തിന്റെ അവസാന 2 പാദങ്ങളിൽ ജനിച്ചവർ, തിരുവാതിര നക്ഷത്രം, പുണർദത്തിന്റെ ആദ്യ 3 പാദങ്ങളിൽ ജനിച്ചവർക്ക് ഉണ്ടാകാവുന്ന ജ്യോതിഷ ഫലങ്ങളെ പറ്റിയാണ് പറയാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി വീഡിയോ ലൈക്ക് ചെയ്യുന്നതിനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ ഓൺ ചെയ്തിടുന്നതിനും ഓർമ്മിപ്പിക്കുന്നു. മിഥുന രാശിക്കൂറുകാർക്ക് 7-ാം ഭാവത്തിന്റെയും 10-ാം ഭാവത്തിന്റെയും ആധിപത്യം വഹിച്ച വ്യാഴം ഇതുവരെ 2-ാം ഭാവത്തിലാണ് നിന്നിരുന്നത്. എന്നാൽ ആ വ്യാഴം ഡിസംബർ 5-ന് ജന്മഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നു. 2-ാം ഭാവം എന്നത് ധനസ്ഥാനമായതിനാൽ ഇവർക്ക് പലവിധ മേഖലകളിൽ നിന്നും ചെറുതെങ്കിലും ധനഭാഗ്യമോ, ലോട്ടറി ഭാഗ്യമോ, കച്ചവടങ്ങളിൽ നിന്നോ, ഷെയർ മാർക്കറ്റിൽ നിന്നോ അപ്രതീക്ഷിത ധനസൗഭാഗ്യങ്ങളെല്ലാം ലഭിക്കാൻ ഇടയായിട്ടുണ്ടാകും. എത്രയൊക്കെ ദോഷപ്രദമായ അവസ്ഥയാണെങ്കിലും 2-ലെ വ്യാഴത്തിന്റെ സമയത്ത് പല പ്രശ്നങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ഒരുപാട് ആശ്വാസം ലഭിച്ചിട്ടുണ്ടാകും. ധനപരമായി മറ്റും വലിയ പ്രയാസങ്ങളൊന്നുമില്ലാതെ കടന്നു പോകാൻ ഈ കാലഘട്ടത്തിൽ ഇടയായിട്ടുണ്ടാകാം. എന്നിരുന്നാലും ഇവർ ഭൂമി വാങ്ങുന്നതിനായി ടോക്കൺ കൊടുക്കുകയും മറ്റും ചെയ്തിരുന്നെങ്കിലും അത്തരം ഭൂമി കൈവശം വന്ന് ചേരുന്നതിന് സാങ്കേതികമായ ചില തടസ്സങ്ങളും വരുന്നതിന് ഇടയായിട്ടുണ്ടാകും. വിദേശത്തേക്ക് പോകുന്നതിനും അവിടെ ജോലിയിൽ യാതൊരുവിധ തൃപ്തിയില്ലാത്ത സ്ഥിതിയും, ജോലി സംബന്ധമായി പലവിധ പ്രയാസങ്ങളും അനുഭവിക്കേണ്ടതായ സ്ഥിതിയും ഇവർക്ക് കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി അനുഭവത്തിൽ വന്നിട്ടുണ്ടാകണം. എന്നാൽ ഇത്തരത്തിൽ നിന്നിരുന്ന വ്യാഴം ഡിസംബർ 5-ാം തീയതി തന്റെ 2-ാം ഭാവത്തിൽ നിന്നും മാറി ജന്മഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നു. ഇത് ഗുണദോഷ സമ്മിശ്രമാണ്. നിങ്ങളിൽ ആത്മവിശ്വാസവും പോസിറ്റീവ് ചിന്താഗതിയും വർദ്ധിക്കും. ഏത് പ്രതിസന്ധിയെയും പുഞ്ചിരിയോടെ നേരിടാൻ നിങ്ങൾക്ക് സാധിക്കും. പൊതുവെ ആരോഗ്യം തൃപ്തികരമായിരിക്കും. എന്നാൽ വ്യാഴം വികാസത്തിന്റെ ഗ്രഹമായതിനാൽ ശരീരഭാരം കൂടാനുള്ള പ്രവണതയുണ്ടാകും. അതിനാൽ തന്നെ ഭക്ഷണക്രമത്തിൽ നിയന്ത്രണം അത്യാവശ്യമാണ്. പുതിയ കാര്യങ്ങൾ പഠിക്കാനും ആത്മീയമായ അറിവുകൾ നേടാനും ഈ സമയം നിങ്ങളെ പ്രേരിപ്പിക്കും. 10-ാം ഭാവാധിപനായ വ്യാഴം ലഗ്നത്തിൽ വരുന്നത് തൊഴിൽപരമായി വലിയ മുന്നേറ്റം നൽകും. ജോലിസ്ഥലത്ത് നിങ്ങളുടെ കഠിനാധ്വാനത്തിന് അംഗീകാരവും പ്രശംസയും ലഭിക്കും. ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കുമെങ്കിലും അത് ഭാവിയിലേക്ക് ഗുണകരമാകും. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് ജോലിയിൽ പ്രമോഷനോ മറ്റോ ലഭിക്കാനും ജോലിയിൽ സ്ഥിരത ഉണ്ടാകുന്നതിനും ഇടയാകും. മാത്രമല്ല, ഇത്രയും കാലം താൻ തുടർന്നു വന്ന ജോലിയിൽ നിന്നും വേണ്ടത്ര വരുമാനമില്ല എന്നോ മാനസികമായി വളരെയധികം സമ്മർദ്ദം അനുഭവിക്കുന്നു എന്നോ മനസ്സിലാക്കി ആ ജോലി ഉപേക്ഷിക്കുന്നതിനും സർക്കാർ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നതിനും തന്റെ വരുമാന നേട്ടത്തിന് വേണ്ടി പഠിച്ചിരുന്ന കരകൗശല വിധികളോ സ്വന്തമായി ചെയ്തു തുടങ്ങുന്നതിന് സാധ്യതയുള്ള ഒരു സമയമാണ് വരാനിരിക്കുന്നത്. എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ മുതലായ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് മികച്ച തൊഴിൽ വിജയം, അത്തരം കോഴ്സുകളും മറ്റും പഠിച്ചു പൂർത്തിയാക്കുന്നവർക്ക് മികച്ച ശമ്പളത്തിൽ ജോലി ലഭിക്കുന്നതിനുമെല്ലാം ഇടയാകുന്ന ഒരു സമയമാണിത്. സ്വന്തമായി ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും ഈ കാലയളവ് വളരെ അനുകൂലമാണ്. പുതിയ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ വ്യാഴത്തിന്റെ അനുഗ്രഹം കൂടെ ഉണ്ടാകും. വ്യാപാര വ്യവസായ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരോ അതിന്റെ ഉടമസ്ഥന്മാരോ എല്ലാം തന്റെ വ്യവസായ മേഖലകൾ വിപുലീകരിക്കുന്നതിനും ആ വിപുലീകരണത്തിന്റെ ഭാഗമായി അതിൽ കൂടുതൽ തൊഴിലാളികളെയെല്ലാം ഉൾപ്പെടുത്തുന്നതിനും ഇടയാകുന്നതാണ്. പിതാവിൽ നിന്ന് സഹായം, ഭാഗ്യം വർദ്ധിക്കുക, തീർത്ഥാടനങ്ങൾ, ഉന്നത വിദ്യാഭ്യാസത്തിന് അവസരം എന്നിവ ലഭിക്കും. ചിലപ്പോൾ അമിതമായ ആത്മവിശ്വാസം മൂലം അബദ്ധങ്ങൾ സംഭവിച്ചേക്കാം. എല്ലാ കാര്യങ്ങളും യുക്തിപൂർവം ചിന്തിച്ച് തീരുമാനിക്കുക. സുഖസൗകര്യങ്ങൾക്കായി പണം അമിതമായി ചിലവഴിക്കാൻ സാധ്യതയുണ്ട്.
അതിനാൽ തന്നെയും സാമ്പത്തിക അച്ചടക്കം പാലിക്കുക. മിഥുനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ജന്മഭാവത്തിലെ വ്യാഴ സഞ്ചാരം പുരോഗതിയുടെയും ഭാഗ്യത്തിന്റെയും കാലമാണ്. 12 വർഷത്തിലൊരിക്കൽ വരുന്ന ഈ സുപ്രധാന കാലഘട്ടം ശരിയായ രീതിയിൽ പ്രയോജനപ്പെടുത്തിയാൽ ജീവിതത്തിൽ വലിയ ഉയർച്ചകൾ കൈവരിക്കാൻ സാധിക്കും. ജന്മത്തിലെ വ്യാഴം പ്രധാനമായും തന്റെ സത്കീർത്തിയെയാണ് ബാധിക്കുക. തന്റെ പ്രവർത്തന വൈകല്യം നിമിത്തമോ നാക്കുപിഴ നിമിത്തമോ തനിക്ക് അപമാനമുണ്ടാകുന്നതിനും മറ്റുള്ളവർ തന്നെ അവമതിക്കുന്നതിനുമെല്ലാം വ്യാഴം ജന്മത്തിൽ സഞ്ചരിക്കുന്ന സമയത്ത് ഇടയാകും. എന്നാൽ വിവാഹം നടക്കാത്തവരാണെങ്കിൽ നല്ല രീതിയിൽ ശ്രമിച്ചു കഴിഞ്ഞാൽ തന്റെ വിവാഹം നടക്കുന്നതിന് വ്യാഴമാറ്റത്തിന് ശേഷം ഇടയാകുന്നതാണ്. കാരണം വ്യാഴത്തിന് 7ാം ഭാവത്തിലേക്ക് ദൃഷ്ടിയുള്ളതിനാൽ അത്തരം ദോഷങ്ങൾ മാറുന്നതിന് ഇടയാകും. ശുക്രൻ കൂടി അനുകൂലമാകുന്ന മാസങ്ങളിലായിരിക്കും പ്രധാനമായും ഇവർക്ക് വിവാഹം നടക്കാൻ ഇടയാകുക. പങ്കാളിയുമായുള്ള ബന്ധം കൂടുതൽ ദൃഢമാകും. പരസ്പര ബഹുമാനവും സ്നേഹവും വർദ്ധിക്കും. അപ്രതീക്ഷിതമായി പ്രണയ സാഫല്യവും കൈവരുന്നതാണ്. ബിസിനസ് പങ്കാളികളുമായി നിലനിന്നിരുന്ന തർക്കങ്ങൾ പരിഹരിക്കപ്പെടും. ഇവർ ലോട്ടറി, ഷെയർ മാർക്കറ്റ് അതല്ലെങ്കിൽ ഊഹക്കച്ചവടം മുതലായവയിൽ നിന്നെല്ലാം ലാഭം നേടുന്നതിനായി വളരെയധികം ശ്രമിക്കുന്നതാണ്. തനിക്ക് അപ്രതീക്ഷിതമായി സൗഭാഗ്യം ഉണ്ടാകും എന്നുള്ള ഒരു ശുഭപ്രതീക്ഷ ഇവർക്ക് എല്ലാ സമയത്തും വ്യാഴമാറ്റത്തിനു ശേഷം കടന്നു വരുന്നതാണ്. എന്നാൽ വ്യാഴത്തിന് 9ാം ഭാവത്തിലേക്ക് ദൃഷ്ടിയുള്ളതിനാൽ ഇവർക്ക് ചെറിയ പ്രൈസ് എങ്കിലും ലഭിക്കാതെ പോകില്ല എന്നുള്ളതും ഉറപ്പാണ്. ഇവരുടെ മക്കൾ വിദേശത്തേക്ക് പോകുന്നതിനോ അതല്ലെങ്കിൽ മക്കൾക്ക് പഠനത്തിലോ മറ്റു പ്രവർത്തന മേഖലകളിൽ നിന്നോ അംഗീകാരം ലഭിക്കുന്നതിനും തന്മൂലം തന്റെയും ശ്രേയസ് വർദ്ധിക്കുന്നതിനുമെല്ലാം ഇടയാകും. ഇവർ തന്റെ ആത്മീയ ശക്തി വർദ്ധിപ്പിക്കുന്നതിനായി ശ്രമിക്കുകയും തീർത്ഥയാത്രകൾ ചെയ്യുന്നതിനുമെല്ലാം ഈ സമയത്ത് ഇടയാകുന്നതാണ്. ഇവർ കുറെ കാലമായി പോകാതിരുന്ന തന്റെ കുടുംബക്ഷേത്രത്തിലോ തന്റെ പരദേവതാ ക്ഷേത്രത്തിലോ ദർശനം നടത്തി വഴിപാട് ചെയ്യുന്നതിനുമെല്ലാം വ്യാഴം ജന്മത്തിൽ സഞ്ചരിക്കുന്ന കാലഘട്ടത്തിൽ ഇടയാകുന്നതാണ്. എന്നിരുന്നാലും ഇവരുടെ പിതാവിന്റെ ആരോഗ്യ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടതും വളരെ അത്യാവശ്യമാണ്. പിതാവിനെ സമയാസമയങ്ങളിൽ വൈദ്യപരിശോധന നടത്തേണ്ടതും അദ്ദേഹത്തിന്റെ ആരോഗ്യ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിനായി ഒരൽപ്പം കൂടി സമയം ചെലവഴിക്കേണ്ടതും വളരെ അത്യാവശ്യമാണ്. വ്യാഴമാറ്റത്തിനു ശേഷം ഇവർ എല്ലാ കാര്യങ്ങളിലും അമിതമായ പിശുക്ക് കാണിച്ചേക്കും. കാരണം ഇത്രയും കാലം വളരെ വലുതായ ധനനഷ്ടം സംഭവിച്ചതുകൊണ്ടാണ് അവർ ഈ പുതിയ ശൈലിയിലേക്ക് പ്രവേശിക്കാൻ ശ്രമിക്കുന്നത്. ഇവർ ഈ കാലഘട്ടത്തിൽ പുതുതായി ജീവിതശൈലി ചിട്ടപ്പെടുത്തുന്നതിന് നല്ല രീതിയിൽ പരിശ്രമിക്കുന്നതിന് ഇടയാകും. കൂടാതെ മറ്റുള്ളവർ തന്നെ ബഹുമാനിക്കുന്നതിനായുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങുന്നതിനായും തന്റെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും മൊത്തത്തിലായി മാറ്റങ്ങൾ വരുത്തുന്നതിനായും ഇവർ വ്യാഴമാറ്റത്തിനു ശേഷം കഠിനമായി പരിശ്രമിക്കുന്നതാണ്. പൊതുപ്രവർത്തന രംഗത്തും മറ്റും പ്രവർത്തിക്കുന്നവർക്ക് അത്ര അനുകൂലമായ സമയമല്ല വരാനിരിക്കുന്നത്. ഈ സമയത്ത് ഇവർക്ക് പൊതുജനങ്ങളിൽ നിന്നും പലവിധേന അപമാനമോ അതോ മനോദുഃഖങ്ങളോ എല്ലാം അനുഭവിക്കേണ്ടതായി വന്നേക്കും. ഒരു കാര്യം മുൻകൂട്ടി കാണുന്നതിനായോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളെ മുൻകൂട്ടി കാണുന്നതിനോ അവ പരിഹരിക്കുന്നതിനോ എല്ലാം സാധിക്കാതെ പോകുന്നതാണ്. അപ്രതീക്ഷിത മാർഗങ്ങളിലൂടെയോ അല്ലെങ്കിൽ അടുത്ത സുഹൃത്തുക്കളുടെയോ ബന്ധുക്കളുടെയോ സഹായം നിമിത്തമോ തന്റെ കടങ്ങൾ ഒരു പരിധിവരെ വീട്ടി തീർക്കുന്നതിന് അതല്ലെങ്കിൽ തനിക്ക് അപ്രതീക്ഷിതമായി വീട് പണിയുന്നതിനോ മറ്റോ സഹായം ലഭിക്കുന്നതിനുമെല്ലാം വ്യാഴമാറ്റത്തിനു ശേഷം ഇടയായേക്കും. വിദേശത്തേക്ക് പോകുന്നതിനായുള്ള കാര്യങ്ങളിലെല്ലാം ഒരൽപ്പം തടസ്സങ്ങൾ ഉണ്ടാകാമെങ്കിലും ഇവർക്ക് വിദേശത്ത് ജോലി ലഭിക്കുന്നതിനും അനുകൂലമായ സമയമാണ്. മിഥുനക്കൂറുകാർക്ക് വ്യാഴമാറ്റം വളരെ ദോഷപ്രദമല്ല. കുറച്ച് ദോഷങ്ങളെല്ലാം ഉണ്ടാകാമെങ്കിലും നാളെ ഒരു നല്ല സമയം ഉണ്ടാകുന്നതിനായി പ്രവർത്തിച്ചു തുടങ്ങേണ്ട ഉത്തമമായ സമയമാണിത്. അതിനാൽ തന്നെ വ്യാഴമാറ്റം ദോഷപ്രദമാണെന്ന് കരുതി വിഷമിച്ചിരിക്കാതെ നല്ല രീതിയിൽ പ്രവർത്തിച്ചു തുടങ്ങുക. നിങ്ങൾക്ക് ഡിസംബർ 5 ശേഷം വ്യാഴം ദോഷസ്ഥാനത്തേക്ക് മാറുന്നതിനാൽ മഹാവിഷ്ണു ക്ഷേത്രങ്ങളിൽ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുന്നത് വളരെ ഉത്തമമാണ്. നിങ്ങൾ നിത്യവും വിഷ്ണു സഹസ്രനാമവും ഓം നമോ നാരായണായ എന്ന മന്ത്രവും ജപിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്കിത്തരം വ്യാഴദോഷങ്ങൾ അനുഭവത്തിൽ വരുന്നതല്ല. അതിനും സാധിക്കാത്തവരാണെങ്കിൽ നിത്യവും കുളി കഴിഞ്ഞ ശേഷം
നിർമ്മലമായ മനസ്സോടുകൂടി ഭഗവാനെ മനസ്സിൽ വിചാരിച്ച് 9 തവണ ഓം നമോ നാരായണായ എന്ന മന്ത്രമെങ്കിലും ചൊല്ലുവാൻ ശീലിക്കുക. നിങ്ങളൊരു വിഷ്ണു ഭക്തനാണെങ്കിൽ ഓം നമോ നാരായണായ എന്ന് കമന്റ് ബോക്സിൽ എഴുതാൻ മറക്കരുത്. നിങ്ങളുടെ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ ജാതകാൽ ദശാകാലം പ്രതികൂലമാകുകയും ജാതകത്തിൽ അരിഷ്ടയോഗങ്ങളൊക്കെ ഉണ്ടെങ്കിലുമാണ് ദോഷഫലങ്ങൾ കൂടുതലായി അനുഭവത്തിൽ വരിക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ നോട്ടിഫിക്കേഷൻ ഓൺ ആക്കിയിടാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്താനും മറക്കരുത്.